ഞാനീ പറഞ്ഞ പോലെ ഗ്രൂപ്പ് റൈഡ്സിനൊന്നും പോകാറില്ല, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ കീഴ്വഴക്കങ്ങളൊന്നും അറിയില്ല സാറേ. കുറേ പേര് മുന്നിൽ പോകുന്നുണ്ട്, കുറേ പേര് ബാക്കിലുണ്ട്, ഞാനീ നടുക്കാണ്. പണ്ടും ഞാൻ മിഡിൽ ബെഞ്ചറായിരുന്നു, ഇപ്പോഴും ഞാൻ മിഡിൽ ബെഞ്ചറാണ്. ഈ മിഡിൽ ബെഞ്ചേഴ്സിനുള്ളൊരു പ്രശ്നമാണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ഈ ഫ്രണ്ട് ബെഞ്ചിൽ ടോപ്പേഴ്സ് ആയിരിക്കും ഇരിക്കുക. പിന്നെ അത്യാവശ്യം ഉഴപ്പുണ്ടാവുമാരൊക്കെ ബാക്ക് പോയിരിക്കും ചെയ്യും, ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച് മുന്നിലെത്തണം എന്ന് വിചാരിച്ചാലും അതിന് പറ്റുന്നില്ല. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് കൈവിട്ട് ഉഴപ്പണം എന്ന് തോന്നിയാൽ അതിന് തോന്നില്ല. കാരണം വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെ പലതും ഉണ്ട്. അതുകൊണ്ടാണ് അന്നൊരു മിഡിൽ ബെഞ്ചറായിരുന്നു. ഇപ്പം വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. ഫ്രണ്ടിൽ കുറേ ആൾക്കാർ കത്തിച്ച് വിടുന്നുണ്ട്, ബാക്കിൽ കുറച്ച് ആൾക്കാർ ഭയങ്കര സ്ലോ ആയിട്ട് വരുന്നുണ്ട്. ഇതിനിടയിൽ ഒരു മിഡിൽ. പക്ഷെ ഉണ്ടല്ലോ ആ മിഡിൽ ബെഞ്ചസും ഉണ്ട്. അധികം എന്താ പറയുക, വലിയ ഡെമോ എന്ന് കാട്ടാത്ത ആൾക്കാരാണ് ഈ മിഡിൽ ബെഞ്ചസ്. കാരണം നമുക്ക് പറയാൻ മാത്രമൊന്നുമില്ല. ബാക്ക് ബെഞ്ചറായ സക്സസ്ഫുൾ ആവുന്ന സമയത്ത് റീലിട്ട് സ്ലോ മോഷനൊന്നും നടക്കാം. ഫ്രണ്ട് ബെഞ്ചാണെന്നുണ്ടെങ്കിൽ അവൻ നന്നായി പഠിച്ചു, അതിനുള്ള ഒരു അഡ്വാൻറ്റേജ് അവൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതൊക്കെ എന്തിനാ ഇപ്പം ഇവിടെ ഗോവയിൽ വന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. അത് ഇസ് ദ തിങ്. കുറേ ആൾക്കാർ മുന്നിൽ പോകുന്നുണ്ട്, കുറേ ആൾക്കാർ ബാക്കിൽ വരുന്നുണ്ട്, അതിൻ്റെ കൂടെ അങ്ങ് പോകുന്നു.